ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ റിഷാദ്. ഇന്റർനെറ്റിനെ ആശ്രയിച്ച് സ്വയം ചികിത്സ നടത്തുകയോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ചികിത്സകൾ പെട്ടെന്ന് അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഡിറൈവഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്ഷൻ ട്രീറ്റ്മെന്റ് സിൻഡ്രോം അഥവാ ഇഡിയറ്റ് സിൻഡ്രോം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ രോഗത്തെ സൈബർകോൺട്രിയ എന്നും അറിയപ്പെടാറുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണം എന്തെന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങളെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ഭാഗികമായിട്ടുള്ള അറിവുകൾ ഉണ്ടാക്കിയെടുക്കുകയും തന്മൂലം രോഗിക്ക് ഉത്കണ്ഠയും ഭയവും ഉണ്ടാവുകയും തുടർന്ന് രോഗി സ്വയം ചികിത്സ നടത്തുകയും അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ചികിത്സ പെട്ടെന്ന് നിർത്തിവെക്കുകയും അങ്ങനെ തുടർന്ന് രോഗി കൂടുതൽ അപകടാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ രോഗമുള്ളവർക്ക് ഉണ്ടാവുന്നത്. ഡോക്ടർമാർ ചികിത്സയുടെ ഭാഗമായിട്ട് ഓരോ രോഗികൾക്കും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ആഹാരം അവർ പറയുന്ന പ്രകാരം കഴിക്കുമ്പോൾ ഔഷധം കഴിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഓരോ വ്യക്തികൾക്കും നിർദ്ദേശിക്കുന്ന ഡയറ്റ് പ്ലാനുകൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ആയതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇന്റർനെറ്റിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്താൽ ജീവന് വരെ ഭീഷണിയായേക്കാം. അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഈ കുട്ടി ശരീരഭാരം കൂടാതിരിക്കാൻ വേണ്ടി യൂട്യൂബ് നോക്കി ഡയറ്റ് പ്ലാൻ ചെയ്യുകയും തുടർന്ന് അനോറക്സിയ നെർവോസ എന്ന അസുഖം ബാധിച്ച് അവർക്ക് ജീവൻ നഷ്ടമാവുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗികമായിട്ടുള്ള അറിവ് വെച്ച് രോഗങ്ങളെയും രോഗലക്ഷണങ്ങളെയും ചികിത്സിക്കുന്നത് രോഗിയെ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതിനാൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചികിത്സ നേടുന്ന പ്രവണതയിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കേണ്ടതാണ്.